ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? എനിക്കും അതെ കേട്ടോ. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ അല്ലെങ്കിൽ ഡിന്നറിനോ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒന്ന് ഉലുവട്ട ഗോതമ്പ് ദോശയും പിന്നെ മുരിങ്ങയിലയിട്ട സാമ്പാറും. കേൾക്കുമ്പോഴേ അറിയാലോ, രണ്ടും നല്ല ഹെൽത്തിയാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇഷ്ടം പോലെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ വരൂ, എങ്ങനെയാണെന്ന് നോക്കാം. ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കേണ്ട കേട്ടോ. ഇത് അരിദോശ പോലെ തന്നെ നല്ല മുരിച്ച് നൈസായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 1/2 കപ്പ് തൈരും ഒരു വലിയ സ്പൂൺ ഉലുവപ്പൊടിയും ചേർത്താണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു 10-20 മിനിറ്റ് നന്നായിട്ടൊന്ന് സെറ്റാവാൻ വെക്കാം കേട്ടോ. ഒരു 10-20 മിനിറ്റ് വെച്ചോളൂ. അപ്പോഴേക്ക് ഇത് കട്ടയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് കുതിർന്ന് വരും. എന്നിട്ട് ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിൽ പരത്താൻ പറ്റണ ആ പരുവത്തിൽ കുറച്ച് വെള്ളം ലൂസായിട്ട് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കത് അവിടെ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു മണിക്കൂറൊക്കെ സമയം വെച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മുരിങ്ങയില ദോശ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഈ രണ്ടും നമ്മുടെ ഷുഗർ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് വയറു നിറയെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടും ഹെൽത്തിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പോൾ മറക്കില്ലല്ലോ, കമൻറ്റ് ചെയ്യണേ. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പിടി മുരിങ്ങയിലയും ഒരു സവാളയും 2 തക്കാളിയും പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സവാള ഇതുപോലെ നമ്മൾ സാമ്പാറിനൊക്കെ അരിയണ പോലെ ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി 2 തക്കാളി കൂടി ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇതൊന്ന് വേവിക്കണം. നമുക്ക് സാമ്പാറിൽ എപ്പോഴും പച്ചമുളക് ഇട്ടുള്ളൂ കേട്ടോ, നല്ല മണമാണ്. അപ്പം ഞാനിവിടെ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം കട്ട കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കായപ്പൊടിയാണെങ്കിൽ കായപ്പൊടി ഇട്ടോളൂ. ഞാനിവിടെ കട്ട കായാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തക്കാളിയും ഉള്ളിയും പച്ചമുളകും അതൊരു 5 മിനിറ്റിൽ വെന്ത് കിട്ടും. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ മുരിങ്ങയുടെ ഇല നമുക്ക് നേരാക്കിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് സാമ്പാർ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം തന്നെ ഒരു 2 പിടി മുരിങ്ങയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കണ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതെടുത്തോളൂ കേട്ടോ. അപ്പോൾ 2 പിടി മുരിങ്ങയുടെ ഇല ഞാൻ ഇതുപോലെ നേരാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചിരുന്നു. അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. സാമ്പാറിന് എന്തായാലും പരിപ്പ് വേണമല്ലോ. പക്ഷേ ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഉടച്ച് വെച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ മുരിങ്ങയില സാമ്പാർ എൻ്റെ ഒരു തമിഴ് ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കഴിച്ചത്. ശരിക്കും നമ്മുടെ മുരിങ്ങക്കായയുടെ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റാണ്. ഇത് നല്ല ഹെൽത്തിയും ആണല്ലോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അന്ന് തൊട്ട് ഇത് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്യൂ കേട്ടോ. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച് ഈ പരിപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ പരിപ്പ് വേവിച്ച വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. പരിപ്പ് ചേർത്തതിൻ്റെ കൂട്ടത്തിൽ ഇത് നമ്മുടെ ഈ സാമ്പാർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 10-15 മിനിറ്റിൽ നമ്മുടെ ഈ സാമ്പാർ റെഡിയായി കിട്ടും. ഉള്ളിയും തക്കാളിയും വേവാൻ അധികം നേരം വേണ്ട. മുരിങ്ങടലയൊക്കെയാണെങ്കിൽ ഒരു തിളയ്ക്ക് മുരിങ്ങടല വേവും. അപ്പോൾ ഈ സാമ്പാർ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ പരിപ്പ് വേവുന്ന സമയം മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇതൊന്ന് തിളച്ചൊന്ന് എല്ലാം കൂടെ മിക്സ് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇതപ്പം നമ്മുടെ സാമ്പാർ മുരിങ്ങയിലേക്ക് വെന്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുളി കൂടി ചേർത്തി കൊടുക്കാം. ഞാൻ പിഴിഞ്ഞ് വെച്ച പുളി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളച്ചോട്ടെ, പുളിയുടെ പച്ചമണം മാറിക്കോട്ടെ. ഇനി ഒരു 3 സ്പൂൺ സാമ്പാർ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വീഡിയോ ഇടാം. നിങ്ങളുടെ വീട്ടിൽ ഏത് സാമ്പാർ പൊടിയാണോ ഉപയോഗിക്കുന്നത് അതെടുത്തോളൂ. ഇനി വറുത്തിടാൻ ആവശ്യത്തിന് വറമുളക് 2 കഷ്ണം, 2-3 വറമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉലുവ, കടുക്, പിന്നെ മല്ലിയില വേണേ നല്ല മണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൊണ്ട് പൊടി സാമ്പാറിലിടരുത്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് കഷ്ടി 1.5 മിനിറ്റ് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല മണം വരും. അപ്പോൾ ആ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഉലുവ ദോശയാണ് കേട്ടോ. അടിപൊളി ഉലുവ ദോശയാണ്. ഉലുവ ഗോതമ്പ് ദോശ, അതാണ് സ്പെഷ്യൽ. വെറും ഉലുവ ദോശ നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ട്. ഇത് ഗോതമ്പിട്ട ഉലുവ ദോശ. അപ്പം നമുക്കിതാ ഈ കടുകും മുളകും ഒക്കെ വറുത്ത് നമ്മുടെ സാമ്പാറിലേക്ക് കൊട്ടി കൊടുക്കാം. ഈ വീട് മുഴുവൻ ഇപ്പോൾ ഈ സാമ്പാറിൻ്റെ മണമാണ്. എന്തൊരു മണമെന്നറിയോ, മുരിങ്ങക്കായയുടെ സാമ്പാറില്ലേ അതിൻ്റെ പോലത്തെ മണമാണ്. ടേസ്റ്റും നല്ല കുറുക്കി നല്ല അടിപൊളി സാമ്പാർ കിട്ടും. അപ്പോൾ ഇത് ട്രൈ ചെയ്തോളൂട്ടും. എന്തായാലും എല്ലാ വീട്ടിലും മുരിങ്ങ ഉണ്ടാവുമല്ലോ. മുരിങ്ങയുടെ ഇല കിട്ടണ സമയത്ത് ഇത് ചെയ്തോളൂ, മറക്കണ്ട. മുരിങ്ങയില മുളകൂഷ്യം അതൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കും. പക്ഷേ ഈ മുരിങ്ങയില സാമ്പാർ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്യാത്തവരെന്തായാലും മസ്റ്റ് ട്രൈ ആണ്, ചെയ്തോളൂ, സ്കിപ്പ് ചെയ്യണ്ട. കണ്ടോ സാമ്പാർ നോക്ക്, അടിപൊളിയായിട്ടേ കാണാൻ തന്നെ
നല്ല മണമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ സാമ്പാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല ചോറിൻ്റെ കൂടെയും എല്ലാം ഇത് നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ സാമ്പാർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ സാമ്പാർ നല്ല ഇഷ്ടമാവും. സാമ്പാർ ഇഷ്ടമില്ലാത്തവർക്കും ഈ സാമ്പാർ നല്ല ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തേ പറ്റൂ. നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയണം. അത്രയ്ക്ക് എനിക്ക് ആഗ്രഹമാണ് നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കണേ. വരൂ, ഇനി എങ്ങനെയാണ് ഉലുവ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. രാത്രി ചപ്പാത്തി മാത്രം കഴിക്കുന്നവർക്ക് ഇതൊരു നല്ല ഹെൽത്തി ഓപ്ഷൻ കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവ് കലക്കി വെച്ചത് കറക്റ്റ് സെറ്റായിട്ടുണ്ട് ദോശ ഉണ്ടാക്കാൻ. നോക്കൂ, ഇതുപോലെ നന്നായിട്ട് ദോശക്കല്ല് ചൂടാവുമ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കണം സെയിം തന്നെയാണ്. ഗോതമ്പ് ദോശയെ കാരണം കട്ടയായിട്ട് പരത്തണമെന്നൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ സാധാരണ അരിദോശ മാതിരി നന്നായിട്ട് നൈസായിട്ട് വലുതാക്കി പരത്താനും പറ്റും. നല്ല അരികു മൊരിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഈ ഉലുവ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. വീട്ടിൽ ഷുഗർ ഉള്ളവരോടൊന്നും ഇനി അധികം കഴിക്കാൻ പാടില്ല എന്നൊന്നും പറയേണ്ട, അവരിഷ്ടം പോലെ കഴിച്ചോട്ടെ. ഇത് ഉലുവയൊക്കെ ചേർത്ത കാരണം അവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യണം കേട്ടോ. നോക്കൂ, ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞത് കണ്ടോ. നമ്മുടെ അരിദോശയല്ലെന്ന് ഇപ്പോൾ ഇത് ആരെങ്കിലും പറയുമോ? ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് വെറും ഗോതമ്പും നമ്മുടെ ഉലുവയും കുറച്ച് തൈരും മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും, നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഓക്കെ, ബൈ.